കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് വിമാനയാത്ര. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലും ഹംദാൻ ബീച്ചിലും സായാഹ്ന നടത്തും. ഈസ്റ്റേൺ വെസ്റ്റേൺ ജെട്ടികളിലും പരിസര പ്രദേശങ്ങളിലും സന്ദർശനം. ഒപ്പം ദ്വീപിലെ പഴയ തലമുറയുമായും പരിസരത്തെ വീട്ടുകാരുമായും സംവദിച്ചുകൊണ്ടൊരു യാത്ര. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷം ദ്വീപുണ്ട് എന്നൊക്കെയുള്ള വികലമായ ധാരണയിലായിരുന്നു ഞാൻ. അതൊന്നുമല്ല. ഇവിടെയുള്ള ആകെ 36 ദ്വീപുകളിൽ 10-11 എണ്ണമാണ് സജീവമായി നിൽക്കുന്നത്. വികലമായ കുറേ ധാരണകളെ പൊളിച്ചെടുക്കാൻ എനിക്ക് യാത്ര കൊണ്ട് കഴിഞ്ഞു. മാത്രവുമല്ല, ഇത് ആസ്വാദ്യകരമായിരുന്നു. ആഴക്കടലിനെയും ലഗൂണിനെയും ഒരുപോലെ ആസ്വദിച്ചായിരുന്നു അഗത്തിയിൽ നിന്ന് തിണ്ണകര ദ്വീപിലേക്കും ബംഗാരം സാൻഡ് ബാങ്കിലേക്കുമുള്ള യാത്ര. മീൻ പിടിച്ചും മീൻ വിഭവങ്ങൾ രുചിച്ചും ആസ്വാദ്യകരമായ അനുഭവങ്ങളുമായൊരു കടൽ യാത്ര. ഇപ്പം ഇവിടെ യാത്രയിലുള്ള എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഒരു സൗഹൃദത്തോടുകൂടിയാണ്. എനിക്കൊരു വേറൊരിതായിട്ട് തോന്നിയില്ല. ഈ 3 ദിവസം കൊണ്ട് വളരെ അടുപ്പം ഒരു സൃഷ്ടിക്കാനായിട്ട് പറ്റി. ലക്ഷദ്വീപിന്റെ സ്വന്തം ഒലക്കമുട്ട് കളിയും കോൽക്കളിയും പരിചമുട്ട് കളിയുമായി ദ്വീപിലെ കലാകാരന്മാർ രാത്രികളിൽ യാത്രാ സംഘത്തോടൊപ്പം ചേർന്നു. കലാപരിപാടി സൂപ്പറായിരുന്നു. പാട്ടും ഇതൊക്കെ ഇവിടെ അവർ പറഞ്ഞ ഈ കല്യാണത്തിനൊക്കെ അവരിങ്ങനെ നടത്തിയേക്കരാം. ഇവിടെ വന്നിട്ട് ഈ ആളുകളായിട്ട് ഇടപഴകണം, ഇവിടുത്തെ പ്രകൃതിയായിട്ട് ഇടപഴകണം. എന്നാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ട് ഈ ദ്വീപിനെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും വിലയിരുത്താൻ കഴിയുള്ളൂ. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, നൈറ്റ് ഫിഷ് ഹണ്ടിംഗ്, കൽപ്പിട്ടി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ടം ബോട്ട് യാത്ര തുടങ്ങി വിവിധ ജലവിനോദങ്ങളുമായി 3 രാത്രികളും 4 പകലും. മീൻ കൊണ്ടുള്ള പലവിധ വിഭവങ്ങൾ ഞാൻ ആസ്വദിച്ചു. ഇവിടുത്തെ സംസ്കാരം അതും പൊതുവിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും സ്നേഹപരമായി പെരുമാറി. കോറൽ റിഡ്ജ്, അതുപോലെ തന്നെ പല ഈ കോറൽസിൻ്റെ കൂട്ടത്തിൽ വരുന്നതെല്ലാം തൊട്ടറിയാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒന്നാണ്. നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാളും എത്രയോ അടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ദ്വീപ്. കടലിലും കരയിലും ആകാശത്തും സഞ്ചരിച്ച് പുതിയ അനുഭവങ്ങളുമായാണ് മീഡിയ വൺ ഡെസ്റ്റിനേഷൻസിന്റെ ഫ്ലൈറ്റ് ടു ലക്ഷദ്വീപ് യാത്രാ സംഘം നാട്ടിലേക്ക് തിരിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.